ലോകത്ത് മറ്റാരെക്കാളും ആ പ്രവാചകനെ സ്നേഹിക്കുക എന്നുള്ളത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായ ബാധ്യതയാണ്. ആ പ്രവാചകനെ മറ്റാരെക്കാളും സ്നേഹിക്കുമ്പോൾ മാത്രമാണ് ഒരു വിശ്വാസിയുടെ ഈമാൻ പൂർത്തിയാവുകയുള്ളൂ. മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. തൻ്റെ മാതാപിതാക്കളെക്കാളും മക്കളെക്കാളും ലോകത്ത് മറ്റാരെക്കാളും എന്നെ ഇഷ്ടപ്പെടുന്നത് വരെ നിങ്ങൾ പൂർണ്ണ വിശ്വാസികളാവുന്നില്ല, നിങ്ങളുടെ വിശ്വാസം ശരിയാവുന്നില്ല എന്നതാണ്. സഹോദരന്മാരെ, നമ്മളുടെ വിശ്വാസം ഈമാൻ പൂർണ്ണമാകണമെങ്കിൽ, അത് ശരിയാകണമെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂലിനോടുള്ള മുഹബ്ബത്ത് മറ്റാരെക്കാളും ഉണ്ടാകണം. എത്രത്തോളം? നമ്മുടെ സ്വന്തത്തെക്കാളും അള്ളാഹുവിൻ്റെ റസൂലിനെ സ്നേഹിക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ ഈമാൻ ശരിയാവുകയുള്ളൂ, പൂർണ്ണമാവുകയുള്ളൂ. അബ്ദുല്ലാഹി ഇബ്നു ഹിശാം റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഞങ്ങൾ പ്രവാചകനോടൊപ്പമായിരുന്നു. അപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പ്രവാചകനോട് പറഞ്ഞു, പ്രവാചകരെ, എനിക്ക് എന്നെ കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് അങ്ങയെയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണ് അവൻ തന്നെയാണ് സത്യം. ഉമറെ, നീ നിന്നെക്കാളും എന്നെ ഇഷ്ടപ്പെടുന്നത് വരെ നിന്റെ ഈമാൻ പൂർത്തിയാകുന്നില്ല. അപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, പ്രവാചകരെ, ഇപ്പോൾ എനിക്ക് എന്നെക്കാളും ഇഷ്ടം അങ്ങയെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇപ്പോഴാണ് ശരിയായത് ഉമറെ. സഹോദരന്മാരെ, നമ്മുടെ സ്വന്തത്തെക്കാളും, നമ്മുടെ സ്വന്തത്തെ താല്പര്യത്തെക്കാളും, നമ്മുടെ ഇച്ഛകളെക്കാളും, നമ്മുടെ തീരുമാനങ്ങളെക്കാളും അള്ളാഹുവിൻ്റെ റസൂലിനെ സ്നേഹിക്കുമ്പോൾ, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ താല്പര്യങ്ങൾക്ക് മുഖവില നൽകുമ്പോൾ, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അഭിപ്രായങ്ങൾക്ക് പ്രാധാന്യം നൽകുമ്പോഴാണ് നമ്മുടെ ഈമാൻ പൂർത്തിയാവുകയുള്ളൂ. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ദുനിയാവിലാകട്ടെ പരലോകത്താകട്ടെ ഒരു വിശ്വാസിക്ക് ഏറ്റവും അടുത്തയാള് അള്ളാഹുവിൻ്റെ റസൂലാണ്. അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, പ്രവാചകൻ വിശ്വാസികൾക്ക് സ്വദേഹങ്ങളെക്കാളും അടുത്ത ആളാകുന്നു എന്നതാണ്. നമ്മൾ മറ്റാരെക്കാളും വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ദുനിയാവിലും പരലോകത്തും ഏറ്റവും അടുത്ത വ്യക്തി മുഹമ്മദ് മുസ്തഫ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെയാണ്. ആ പ്രവാചകനോടുള്ള സ്നേഹം എങ്ങനെയായിരിക്കണമെന്ന് ഏറ്റവും മനോഹരമായി ജീവിതം കൊണ്ട് തെളിയിച്ച് കാണിച്ചു തന്നവരാണ് പ്രവാചകന്റെ പ്രിയപ്പെട്ട അനുചരന്മാരായ സ്വഹാബാക്കൾ. അവർ സ്നേഹിച്ചതുപോലെ അള്ളാഹുവിൻ്റെ റസൂലിനെ സ്നേഹിക്കാൻ നമുക്ക് സാധ്യമല്ല. അത്രത്തോളം പ്രവാചകനെ ജീവിതത്തിൽ പ്രവാചകനോടുള്ള സ്നേഹം പ്രകടമാക്കിയവരാണ് സ്വഹാബാക്കൾ. ഉർവത്ത് ബിൻ മസ്ഊദ് ഹുദൈബിയ സന്ധിയിൽ ഖുറൈശികൾക്കുള്ള ഒരു പ്രതിനിധിയായി സ്വഹാബാക്കളുടെയും പ്രവാചകന്റെ അടുക്കൽ പോയി തിരിച്ചു മടങ്ങി ഖുറൈശികളെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, ഖുറൈശികളെ, ഞാൻ കിസ്ര കൈസർ രാജാക്കന്മാരുടെ സന്നിധിയിലേക്ക് പോയിട്ടുണ്ട്. ഞാൻ നജ്ജാസിയുടെ കൊട്ടാരത്തിൽ നജ്ജാസിയെ അഭിസംബോധന ചെയ്തിട്ടുണ്ട്. പക്ഷേ അവരിലെ സാധാരണക്കാർ, അവരുടെ അനുയായികൾ അവരെ സ്നേഹിക്കുന്നതിനേക്കാളും, ഏതൊരാളും തങ്ങളുടെ നേതാക്കളെ സ്നേഹിക്കുന്നതിനേക്കാളും മുഹമ്മദിനെ അവരുടെ അനുയായികൾ സ്നേഹിക്കുകയാണ്. മുഹമ്മദ് ഒന്ന് തുപ്പിയാൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബാക്കൾ, അവരുടെ അനുചരന്മാർ അത് കൈകൊണ്ട് ഏറ്റെടുക്കാൻ തയ്യാറാണ്. എന്തൊന്ന് കൽപ്പിച്ചാലും അതിൽ അവർ ധൃതി കൂട്ടുകയാണ്. മറ്റാരെക്കാളും അവർ തങ്ങളുടെ നേതാവിനെ ഇഷ്ടപ്പെടുകയാണ്. അബൂ സുഫിയാൻ ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് പറയുകയാണ്, മറ്റേതു നേതാക്കളെക്കാളും, ഏതൊരു സമൂഹവും തങ്ങളുടെ നേതാക്കളെ സ്നേഹിക്കുന്നതിനേക്കാളും മുഹമ്മദിന്റെ അനുയായികൾ മുഹമ്മദിനെ സ്നേഹിക്കുകയാണ് എന്നാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരന്മാരെ, സ്വഹാബാക്കൾ പ്രവാചകനോട് സ്നേഹിച്ചതുപോലെ മറ്റാരും തങ്ങളുടെ നേതാക്കളെ സ്നേഹിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഉഹുദിന്റെ രണാങ്കണത്തിൽ യുദ്ധം പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഘട്ടങ്ങളിൽ അമ്പുകൾ പ്രവാചകനെ ലക്ഷ്യം വെച്ച് കടന്നു വരുമ്പോൾ പ്രവാചകന്റെ ശരീരത്തിലേക്ക് അമ്പ് തറയ്ക്കാതിരിക്കാൻ സ്വഹാബാക്കൾ തങ്ങളുടെ
നെഞ്ചിന്റെ പെരുമാറ് ആ അമ്പുകൾക്ക് മുമ്പിൽ, പ്രവാചകന്റെ മുമ്പിൽ അവർ കാണിച്ചു കൊടുക്കുകയാണ്. പ്രവാചകനിലേക്ക് കടന്നു വന്ന അമ്പുകൾ, വെട്ടുകൾ തങ്ങളുടെ ശരീരം കൊണ്ട് അവർ ഏറ്റുവാങ്ങുകയാണ്. സഹോദരന്മാരെ, സ്വന്തം ജീവിതത്തെ പണയം വെച്ച് അള്ളാഹുവിന്റെ റസൂലിനെ സംരക്ഷിക്കാൻ അവരങ്ങേയറ്റം പരിശ്രമിച്ചിരുന്നു. പ്രവാചകനെ സംരക്ഷിക്കുന്നതിനിടയിൽ വെട്ടും കുത്തുമേറ്റ് മരണപ്പെട്ട സ്വഹാബാക്കളുണ്ട്. പ്രവാചകനെ സംരക്ഷിക്കുന്നതിനിടയിൽ ധാരാളം അമ്പുകൾ ശരീരത്തിൽ തറച്ച് പിന്നീട് അതിന്റെ പ്രയാസങ്ങൾ അനുഭവിച്ച് ജീവിച്ച സ്വഹാബാക്കളുണ്ട്. പക്ഷെ അവർക്കപ്പോഴും സന്തോഷമായിരുന്നു. തങ്ങളുടെ ശരീരത്തിലേക്ക് അമ്പ് തറയ്ക്കുമ്പോൾ അവർക്ക് സന്തോഷമായിരുന്നു. ഈ ഓരോ അമ്പുകളും അള്ളാഹുവിന്റെ റസൂലിനെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് എന്റെ ശരീരത്തിൽ തറച്ചത് എന്നത് ആലോചിച്ച് അവർ സന്തോഷിച്ചിരുന്നു എന്നതാണ്. പ്രവാചകൻ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്ക് പാലായനം ചെയ്ത്, മക്കയിൽ നിന്നും പാലായനം ചെയ്ത് മദീനയിലേക്ക് കടന്നു വരുന്ന രംഗത്തെക്കുറിച്ച് ബറാഅ ഇബ്നു ആസിബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത്, മദീന നിവാസികൾ, മദീനയിലെ അൻസാരികൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്ക് കടന്നു വന്ന ആ ദിവസത്തെക്കാളും വലിയൊരു സന്തോഷം അവരുടെ ജീവിതത്തിൽ അതിനു മുമ്പോ പിമ്പോ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ വരവ് പ്രവാചകനിൽ വിശ്വസിച്ച അടുത്ത നിമിഷം മറ്റാരെക്കാളും പ്രിയങ്കരരായി മാറുകയാണ്. കൊല്ലാൻ വേണ്ടി ഒരു മരഞ്ചെരുവിൽ കെട്ടിയിട്ടു. എന്നിട്ട് ശത്രുക്കൾ പറഞ്ഞു, നിനക്ക് പകരം എന്നെ വിട്ടേക്കുകയും നിനക്ക് പകരം ഇവിടെ മുഹമ്മദ് ആവുകയും ചെയ്യുകയാണെങ്കിൽ എന്താണ് നിനക്ക് പറയാനുള്ളത്? അദ്ദേഹം മറുപടി പറഞ്ഞത്, അള്ളാഹുവിന്റെ റസൂലിന്റെ കാലിൽ ഒരു മുള്ളു തറയ്ക്കുന്നത് പോലും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. എന്റെ ശരീരം ഇവിടെ ഇഞ്ചിഞ്ചായി നുറുക്കപ്പെടുകയും അതിനു പകരം അള്ളാഹുവിന്റെ റസൂലിന്റെ കാലിൽ ഒരു മുള്ളു തറയ്ക്കുന്നതിന് പകരം പോലും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ്. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പ്രവാചകനോടൊപ്പം ഹിജ്റ പോകാനുള്ള അനുമതി ലഭിച്ചു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു കരയുകയാണ്. തങ്ങളുടെ മക്കളെയും കുടുംബക്കാരെയും അവിടെ ഉപേക്ഷിച്ച് പോകുന്ന വിഷമത്തിലല്ല, താൻ ഇതുവരെ ഉണ്ടാക്കിയ സമ്പത്ത് ആ മക്കയിലെ ശത്രുക്കൾക്ക് വിട്ടേച്ച് പോകുന്നതിന്റെ സങ്കടത്തിലല്ല, മറിച്ച് അദ്ദേഹം കരഞ്ഞത് അള്ളാഹുവിന്റെ റസൂലിനോടൊപ്പം മക്കയിൽ നിന്നും മദീനയിലേക്ക് ഹിജ്റ പോകാനുള്ള ബാക്കിയുള്ള സ്വഹാബാക്കൾക്ക് കിട്ടാത്ത അവസരം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന് കിട്ടിയതിന്റെ പേരിലാണ്. മഹദി ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, ഒരാൾ സന്തോഷം കൊണ്ട് കരയുന്നത് ഞാൻ ജീവിതത്തിൽ കാണുന്നത് എൻ്റെ ഉപ്പ പ്രവാചകനോടൊപ്പം ഹിജ്റ പോകാൻ അവസരം കിട്ടിയപ്പോൾ കരഞ്ഞപ്പോഴാണ് എന്നതാണ്. സ്വഹാബാക്കൾ പ്രവാചകനോടുള്ള ചെലവഴിക്കുന്ന ഓരോ സെക്കൻഡുകളും അവർക്ക് വല്ലാത്ത അനുഭൂതിയായിരുന്നു. സഹോദരന്മാരെ, അത്രത്തോളം അവർ അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിച്ചു. അതുപോലെ സ്നേഹിക്കാൻ നമുക്ക് സാധ്യമല്ല. അള്ളാഹുവിന്റെ റസൂല് നമ്മളോടൊപ്പം ഇല്ല. അള്ളാഹുവിന്റെ റസൂലിനോടൊപ്പം നമുക്ക് സമയം ചെലവഴിക്കാൻ സാധിക്കുകയില്ല. അള്ളാഹുവിന്റെ റസൂലിന്റെ ശരീരത്തെ ആ നിലക്ക് ശത്രുക്കളിൽ നിന്ന് സംരക്ഷിക്കാൻ നമുക്ക് സാധ്യമല്ല. അള്ളാഹുവിന്റെ റസൂലിന് നമ്മുടെ സമ്പത്തും നമ്മൾ ജീവിതത്തിൽ പ്രിയപ്പെട്ടതും അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ വെക്കാൻ നമുക്ക് സാധ്യമല്ല. നമുക്ക് സാധ്യമാകുന്നത് അള്ളാഹുവിന്റെ റസൂലിന്റെ ജീവിതത്തെ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ നെഞ്ചോട് ചേർത്ത് വെക്കുക എന്നുള്ളതാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിച്ച കൽപ്പനകളെ, നിർദ്ദേശിച്ച നിർദ്ദേശങ്ങളെ ജീവിതത്തിൽ പ്രാധാന്യം നൽകി അത് പ്രാവർത്തികമാക്കുക എന്നുള്ളതാണ്. അള്ളാഹുവിന്റെ റസൂല് താല്പര്യപ്പെട്ട, ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ, അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിനോട് മുഹബ്ബത്തുണ്ടാവുക എന്നുള്ളതാണ്. ഇത് അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്താണെന്നറിയുമ്പോൾ അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള താല്പര്യവും ആവേശവും ഉണ്ടാവുക എന്നുള്ളതാണ്. അള്ളാഹുവിന്റെ റസൂല് ഏതെങ്കിലും ഒരു കാര്യം ഒഴിവാക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് എങ്കിൽ, ഇത് മാറ്റി നിർത്തണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് എങ്കിൽ, അത് കുടുംബരംഗത്താകട്ടെ, കച്ചവട രംഗത്താകട്ടെ, ഏതു മേഖലയിലാകട്ടെ മാറ്റിവെക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ഇതെന്റെ അള്ളാഹുവിന്റെ റസൂല് എന്നോട് ഒഴിവാക്കാൻ കൽപ്പിച്ചതാണ് എന്ന ചിന്തയോടുകൂടി മാറ്റിവെക്കുമ്പോഴാണ് അള്ളാഹുവിന്റെ റസൂലിനോടുള്ള സ്നേഹം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രകടമാക്കാൻ സാധിക്കുന്നത്. അതേസമയം അള്ളാഹുവിന്റെ റസൂൽ കൽപ്പിച്ചതിനെതിരായി, അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിന് വിരുദ്ധമായി ഒരാൾ പ്രവർത്തിക്കുകയും എന്നിട്ട് അള്ളാഹുവിന്റെ റസൂലിനോട് സ്നേഹമുണ്ട് എന്ന് വാദിക്കുകയും ചെയ്യുകയാണെങ്കിൽ സഹോദരങ്ങളെ, അവന്റെ സ്നേഹം കപടമായ സ്നേഹമാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിനോട് സ്നേഹമില്ലാത്തവൻ, അള്ളാഹുവിന്റെ റസൂലിന്റെ നടപടിക്രമങ്ങളോട് സ്നേഹമില്ലാത്തവൻ, അള്ളാഹുവിന്റെ റസൂലിന്റെ നടപടിക്രമങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്നവൻ അള്ളാഹുവിന്റെ റസൂലിനോട് സ്നേഹമുള്ളവനല്ല. അവൻ എത്ര തന്നെ സ്നേഹം വാദിച്ചാലും ശരി. അത്തരം കപട സ്നേഹങ്ങൾ പ്രകടമാക്കുന്ന ഒരു രംഗമാണ് പലപ്പോഴും റബീഉൽ അവ്വൽ കടന്നു വരുമ്പോൾ
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നബിദിനം എന്ന പേരിൽ, പ്രവാചക സ്നേഹം എന്ന പേരിൽ പ്രവാചകന്റെ ജന്മദിനം ആഘോഷിക്കുന്നിടത്ത് പ്രകടമാകുന്നത്. എന്തേ കാരണം? അത് അല്ലാഹുവിന്റെ റസൂലിന്റെ നടപടിക്രമത്തിന് വിരുദ്ധമാണ്. അത് അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിന് വിരുദ്ധമാണ്. അല്ലാഹുവിന്റെ റസൂല് ശക്തമായി താക്കീത് നൽകിയതാണ്. അല്ലാഹുവിന്റെ റസൂല് ശക്തമായി ഉപദേശിച്ചതാണ് ദീനിൽ ഒരു പുതിയ കാര്യവും ഉണ്ടാക്കരുത് എന്ന്. കാര്യങ്ങളിൽ ഏറ്റവും മോശപ്പെട്ടത് ശർറൽ ഉമൂരി മുഹദസാതുഹ, കാര്യങ്ങളിൽ ഏറ്റവും മോശപ്പെട്ടത് ദീനിൽ പുതിയ കാര്യങ്ങൾ ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് മൻ ഹദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ, ഈ ദീനിലില്ലാത്തത് ആരെങ്കിലും ഉണ്ടാക്കുന്നത് കണ്ടാൽ, അങ്ങനെ ഉണ്ടാക്കിയാൽ അത് നിങ്ങൾ തള്ളിക്കളയണം, അത് നിങ്ങൾ വലിച്ചെറിയണം, അത് സ്വീകരിക്കാൻ പാടില്ല എന്ന പ്രവാചകന്റെ ഉപദേശത്തെ അത് മറികടന്ന് ഒരാള് ദീനുൽ ഇസ്ലാമിലില്ലാത്ത ഒരു കാര്യം ചെയ്താൽ അല്ലാഹുവിന്റെ റസൂലിനോടുള്ള സ്നേഹമല്ല, മറിച്ച് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതിനെതിരെ പ്രവർത്തിച്ച് അല്ലാഹുവിന്റെ റസൂലിന്റെ കോപം ഏറ്റുവാങ്ങുന്നതാണ്. അത് പരലോകത്ത് പ്രവാചക സ്നേഹവുമായി ഈ നബിദിനം ആഘോഷിച്ച ആളുകൾ പരലോകത്ത് കടന്നു ചെല്ലുമ്പോൾ ഹൗദുൽ കൗസറിൽ നിന്നും വിശ്വാസികൾക്ക് അല്ലാഹുവിന്റെ റസൂൽ വെള്ളം കോരി കൊടുക്കുമ്പോൾ ഇത്തരം ആളുകൾ കടന്നു വരുമ്പോൾ അല്ലാഹു പറയും, അവരെ മാറ്റി നിർത്തും. അപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറയും, അത് എൻ്റെ ഉമ്മത്താണ്. അപ്പോൾ അല്ലാഹു പറയും, നിനക്ക് ശേഷം ഇവരെന്തൊക്കെയാണ് മതത്തിൽ കൂട്ടിക്കടത്തിയത് എന്ന് പ്രവാചകരെ താങ്കൾക്കറിയില്ല. ആ സമയം പ്രവാചകൻ അവരവിടെ നിന്നും ആട്ടിയകറ്റും. പ്രവാചകന്റെ വെറുപ്പും കോപവും ആ ആളുകൾക്ക് കിട്ടും. അത്തരം ആളുകളാണ് ശരിക്കും ഇന്ന് നബിദിനം ആഘോഷിക്കുന്നത്. കാരണം അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിക്കാത്ത, ദീനുൽ ഇസ്ലാമിലില്ലാത്ത പുത്തനാചാരങ്ങളാണ് ഈ നബിദിനത്തിൽ പ്രവാചക ജന്മദിനാഘോഷം എന്ന പേരിൽ നടപ്പിലാക്കപ്പെടുന്നത്. പലപ്പോഴും ഇസ്ലാമിന്റെ മൂന്നാമത്തെ ഒരു ആഘോഷം എന്ന നിലക്കിലാണ് സമൂഹത്തിൽ അത് അറിയപ്പെടുന്നത്. അതുകൊണ്ടാണ് റബീഉൽ അവ്വൽ 12 പൊതു അവധിയാണ്. എല്ലാവരും അന്യമതസ്ഥർ വിചാരിച്ചിരിക്കുന്നത് പ്രവാചകൻ പഠിപ്പിച്ചതും ദീനുൽ ഇസ്ലാമിലെ പ്രധാനപ്പെട്ട ആഘോഷമാണ്. ഏറ്റവും സുപ്രധാനമായി ഇസ്ലാമിൽ 3 ആഘോഷങ്ങളാണ് ഉള്ളത് എന്നതാണ്. സഹോദരന്മാരെ, ഇസ്ലാമിൽ എവിടെയാണ്, ഏത് സ്വഹാബാക്കളാണ് നബിദിനം ആഘോഷിച്ചത്? പ്രവാചകന്റെ 23 കൊല്ലത്തിനിടയിൽ, നുബൂവത്ത് കിട്ടിയതിന് ശേഷമുള്ള 23 കൊല്ലത്തിനിടയിൽ ഏത് വർഷത്തിലാണ്, ഏത് റബീഉൽ അവ്വൽ 12 പ്രവാചകൻ ഈ ജന്മദിനം ആഘോഷിച്ചത്, അല്ലെങ്കിൽ ആഘോഷിക്കാൻ കൽപ്പിച്ചത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണപ്പെട്ടതിന് ശേഷം അന്ന് ഇസ്ലാമിക രാജ്യങ്ങൾ ഭരിച്ച ഭരണാധികാരികൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹും തുടങ്ങിയുള്ള ഖുലഫാഉർ റാഷിദീങ്ങൾ അവരെന്തെല്ലാം സംരംഭങ്ങൾ നടപ്പിലാക്കി? അവരെവിടെയാണ് പ്രവാചകന്റെ ജന്മദിനം ആഘോഷിക്കുകയോ എവിടെയെങ്കിലുമൊക്കെ റബീഉൽ അവ്വൽ 12 ഒരു മിഠായെങ്കിലും വിതരണം ചെയ്യുകയും ചെയ്തത്? ലക്ഷക്കണക്കിന് സ്വഹാബാക്കളിൽ ഏത് സ്വഹാബിയാണ് അന്ന് റബീഉൽ അവ്വൽ 12 പ്രത്യേകതയായി കണ്ടത്? ശേഷം വന്ന താബിഉകൾ, മദ്ഹബിന്റെ ഇമാമുകൾ, 3 നൂറ്റാണ്ട് ഖൈറുൽ ഖുറൂനി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും, ഏറ്റവും ഉത്തമമായ തലമുറ എന്റെ തലമുറയാണ്, പിന്നീട് അതിനെ തുടർന്ന് വരുന്നവരും പിന്നീട് അതിനെ തുടർന്ന് വരുന്നവരും എന്ന് പറഞ്ഞ ആ 3 നൂറ്റാണ്ടിൽ ആരാണ് നബിദിനം ആഘോഷിച്ചത്? സഹോദരങ്ങളെ, അവർക്കാർക്കും ഇല്ലാത്ത ഒരു സ്നേഹം, അവർക്കാർക്കും ഇല്ലാത്തൊരു സ്നേഹപ്രകടനം ഇസ്ലാമിനെ തകർക്കാൻ ശ്രമിച്ച ജൂതന്മാരുടെ സൃഷ്ടിയായ ഷിയാക്കൾ ആരംഭിച്ചു വെച്ച, തുടക്കം കുറിച്ചു വെച്ച, അവർ കൊണ്ടുവന്ന ഈ പുത്തനാചാരം, അത് തങ്ങൾ പ്രവാചക സ്നേഹമെന്ന് പറഞ്ഞ് നടപ്പിലാക്കുന്നവർ അവർ കപട സ്നേഹികളാണ് എന്ന് നമുക്ക് ഉറപ്പിക്കാൻ കഴിയും. സഹോദരന്മാരെ, പലപ്പോഴും ഇതിനുള്ള ന്യായമായി പറയുന്നത് ഇസ്ലാമിലില്ലാത്തതാണ്, പ്രവാചകൻ ചെയ്യാത്തതാണ്, സ്വഹാബാക്കൾക്കുമൊന്നും പരിചയമില്ല, ഇമാമിങ്ങൾക്ക് പരിചയമില്ല. അതൊക്കെ ശരിയാണ്. പക്ഷെ അത് പ്രവാചകൻ ജനിച്ച ദിവസമല്ലേ? അതേപോലെ തന്നെ കാലങ്ങളായി തുടർന്നു വരുന്നല്ലേ? സമൂഹത്തിൽ അധികം ആളുകളും അത് നടപ്പിലാക്കുന്നില്ലേ? അതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്, അതുകൊണ്ടാണെന്ന് ആഘോഷിക്കുന്നത്. ഒരാഘോഷമല്ലേ? അന്ന് ഭക്ഷണം വിതരണം ചെയ്യുകയല്ലേ, സാധുക്കൾക്ക് ഭക്ഷണം കൊടുക്കുകയല്ലേ ചെയ്യുന്നുള്ളൂ. പള്ളികളല്ലേ അലങ്കരിക്കുന്നത്, പ്രവാചകനോടുള്ള സ്നേഹം കൊണ്ടല്ലേ അന്ന് റാലി നടത്തുന്നത് എന്ന് പറയുന്ന ആളുകൾ ഇതിന്റെ അപകടം അവർ മനസ്സിലാക്കിയിട്ടില്ല. നബിദിനാഘോഷം ഇസ്ലാമിൽ ഇല്ലാത്തതാണ്, പ്രവാചകൻ പഠിപ്പിക്കാത്തതാണ്, അത് ശരി തന്നെയാണെന്ന് അംഗീകരിക്കുകയും എന്നിട്ടത് ആഘോഷിക്കുകയും ചെയ്യുന്ന ആളുകൾ അവർ വരുത്തുന്ന അപകടങ്ങൾ എന്താണ്? അതിന് സുപ്രധാനമായ ഒന്ന്, അള്ളാഹുവിന്റെ റസൂല് ഈ മതം പൂർത്തീകരിച്ചു തന്നു എന്ന് പറഞ്ഞു.
നരകത്തിലേക്ക് അടുപ്പിക്കുന്ന ഏതൊരു കാര്യത്തെ തൊട്ടും ഞാൻ നിങ്ങളോട് വിരോധിച്ചിട്ടുണ്ട്. സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന ഏതൊരു കാര്യവും ഞാൻ നിങ്ങളെ പഠിപ്പിക്കാതെ പോയിട്ടില്ല എന്ന് പ്രവാചകൻ പഠിപ്പിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദീനുൽ ഇസ്ലാം പൂർത്തിയായപ്പോൾ ആയത്തിറക്കി, അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും, ഇന്നേ ദിവസം നിങ്ങളുടെ ദീനെ പൂർത്തീകരിച്ചിരിക്കുന്നു. വ അത്മംതു അലൈക്കും നിഅമതി, എൻ്റെ അനുഗ്രഹം നിങ്ങളിൽ നിറവേറ്റി തരികയും ചെയ്തിരിക്കുന്നു. വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന, ഇസ്ലാമിനെ ദീനായി നിങ്ങൾക്ക് തൃപ്തിപ്പെട്ടു തരികയും ചെയ്തിരിക്കുന്നു എന്ന് അല്ലാഹു ആയത്തിറക്കി. ഇന്നേ ദിവസം നിങ്ങളുടെ മതം പൂർത്തിയായി എന്നതാണ്. ഇസ്ലാം പൂർത്തിയായി. നന്മയായ എന്തെല്ലാം ഉണ്ടോ അതൊക്കെ പഠിപ്പിച്ചു കഴിഞ്ഞു. തിന്മയായ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം പഠിപ്പിച്ചു കഴിഞ്ഞു. ദീന് പൂർണ്ണമായി എന്ന് അല്ലാഹു പറഞ്ഞു. സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന ഏതൊരു കാര്യവും നിങ്ങളെ പഠിപ്പിച്ചു എന്ന് പ്രവാചകൻ പഠിപ്പിച്ചു. നരകത്തിൽ നിന്നും നിങ്ങളെ രക്ഷപ്പെടുത്തുന്ന എന്തെല്ലാം കാര്യമുണ്ടോ അതെല്ലാം നിങ്ങളെ പഠിപ്പിച്ചു എന്ന് പ്രവാചകൻ പഠിപ്പിച്ചു. എന്നിട്ട് ചില ശിയാക്കൾ വന്ന് ഒരു നബിദിനാഘോഷം, സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്ന, നന്മ ലഭിക്കുന്ന, പുണ്യം ലഭിക്കുന്ന ഒരു ആഘോഷം ഉണ്ടാക്കുന്നു. അപ്പൊ ആ ആഘോഷത്തെ സ്വീകരിക്കുന്ന മനുഷ്യൻ അവൻ വാദിക്കുന്നത് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത് കളവാണ്. ഇസ്ലാം പൂർത്തിയായിട്ടില്ല. കാരണം ഇസ്ലാമിൽ 3 നൂറ്റാണ്ടുകൾക്ക് ഇപ്പുറത്തൊരു നബിദിനം കൂടി വരാനുണ്ട്. നബിദിനാഘോഷം കൂടി ഇസ്ലാമിന്റെ 3ാം ആഘോഷമായി കടന്നു വരാനുണ്ടായിരുന്നു. പ്രവാചകന്റെ ജീവിതത്തിൽ ഈ റബീഉൽ അവ്വൽ 12 കടന്നുപോയിട്ടും പ്രവാചകനോട് പറഞ്ഞില്ല. എന്തെല്ലാം കാര്യങ്ങൾ പഠിപ്പിച്ചു, പക്ഷെ പ്രവാചകന്റെ ജന്മദിനം ആഘോഷിക്കണമെന്ന് പ്രവാചകൻ പഠിപ്പിച്ചില്ല. മക്കയിൽ നിന്നും മദീനയിലേക്ക് കടന്നു വരുമ്പോൾ അന്ന് അവിടെ ഒരുപാട് ആഘോഷങ്ങൾ ഉണ്ടായിരുന്നു. ആ ആഘോഷങ്ങളെല്ലാം മാറ്റിവെക്കാൻ പറഞ്ഞ് പ്രവാചകൻ 2 ആഘോഷം പഠിപ്പിച്ചു. ഈദുൽ ഫിത്റും ഈദുൽ അദ്ഹയും പഠിപ്പിച്ചു. പക്ഷെ എന്നിട്ടും പ്രവാചകൻ നബിദിനാഘോഷം പഠിപ്പിച്ചില്ല. ആ ദിവസത്തിന്റെ പ്രത്യേകത പഠിപ്പിച്ചില്ല. ലൈലത്തുൽ ഖദറിനേക്കാളും പ്രാധാന്യമുണ്ട് എന്ന് ചില ആളുകൾ വാദിക്കുന്നു. ലൈലത്തുൽ ഖദറിന്റെ മഹത്വം കിട്ടുന്നതിന് വേണ്ടി പള്ളിയിൽ 10 ദിവസം റമദാനിന്റെ അവസാനത്തിൽ 10 പ്രവാചകൻ ഇഅ്തികാഫിരുന്നു. സഹാബാക്കളെ പ്രേരിപ്പിച്ചു, അവരെ പഠിപ്പിച്ചു, ഭാര്യമാരെ വിളിച്ചുണർത്തി. പക്ഷേ റബീഉൽ അവ്വൽ 12-ന് പിന്നെ ലൈലത്തുൽ ഖദറിനേക്കാളും പ്രാധാന്യം ഉണ്ടായിട്ടും അത് ഉമ്മത്തിനെ പഠിപ്പിച്ചില്ല. പ്രവാചകൻ മറച്ചുവെച്ചു എന്നാ മനുഷ്യൻ വാദിക്കുകയാണ്. നബിദിനാഘോഷം അത് കുഴപ്പമില്ല എന്ന് വാദിക്കുന്ന ആള് വാദിക്കുന്നത്, അത് പുണ്യമാണ് എന്ന് വാദിക്കുന്ന ആള് വാദിക്കുന്നത് പ്രവാചകൻ മറച്ചുവെച്ചു എന്നതാണ്. മഹദി ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, ആരെങ്കിലും അള്ളാഹുവിന്റെ റസൂല് റിസാലത്ത് മറച്ചുവെച്ചു എന്ന് പറഞ്ഞാൽ അവൻ അള്ളാഹുവിന്റെ പേരിൽ ഗുരുതരമായ ആരോപണമാണ് കെട്ടിച്ചമച്ചിരിക്കുന്നത് എന്നതാണ്. മഹാനായ മാലിക് ഇബ്നു അനസ് റഹിമഹുല്ലാഹ്, മദ്ഹബിന്റെ ഇമാം, അദ്ദേഹം പറയുകയാണ്, ആരെങ്കിലും ഇസ്ലാമിൽ ഒരു പുതിയൊരു കാര്യമുണ്ടാക്കി, എന്നിട്ട് ആ മനുഷ്യൻ പറയുകയാണ്, എന്നിട്ട് ആ മനുഷ്യൻ അതിനെ ഇറാഹ ഹസനത്തൻ, നല്ലതായി കാണുകയാണ്. പ്രവാചകന്റെ കാലത്ത് ഇല്ലാത്തതാണ്, ശരിയാണ്, പക്ഷെ നല്ലതല്ലേ? സാധുക്കൾക്ക് ഭക്ഷണം വിതരണം ചെയ്യുന്നതല്ലേ? പ്രവാചക സ്നേഹമല്ലേ? പ്രവാചക സ്നേഹം ഇബാദത്തല്ലേ? അതേപോലെ തന്നെ അന്ന് നല്ല കാര്യങ്ങളല്ലേ ചെയ്യുന്നുള്ളൂ എന്ന് പറയുന്ന ആളുകൾ അവർ വാദിക്കുന്നത് അവന്റെ വാദം എന്താണ്? അള്ളാഹുവിന്റെ റസൂൽ റിസാലത്തിൽ വഞ്ചന കാണിച്ചു. കാരണം അള്ളാഹു പറഞ്ഞത് അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വ അത്മംതു അലൈക്കും നിഅമതി വ റദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. അള്ളാഹു പറഞ്ഞത് ഇന്നേ ദിവസം നിങ്ങൾക്ക് നിങ്ങളുടെ മതം പൂർത്തീകരിച്ചു തന്നു, മതമായി നിങ്ങൾ ഇസ്ലാമിനെ നിങ്ങൾക്ക് തൃപ്തിപ്പെട്ടു തന്നിരിക്കുന്നു, എൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് നിറവേറ്റി തന്നിരിക്കുന്നു എന്ന് അള്ളാഹു പറഞ്ഞു. എന്നിട്ട് അള്ളാഹുവിന്റെ റസൂൽ ഒന്നും മറച്ചു വെച്ചു ഇത് പഠിപ്പിച്ചില്ല എന്ന് പറഞ്ഞാൽ, ഒരു ബിദ്അത്ത് ഉണ്ടാക്കിയിട്ട് അത് നന്മയാണെന്ന് കണ്ടാൽ അള്ളാഹുവിന്റെ റസൂൽ റിസാലത്തിൽ വഞ്ചന കാണിച്ചതാണ് എന്ന് വാദിക്കലാണ്. അന്നേ ദിവസം ദീനാകാത്തത് ഇന്ന് ദീനാവില്ല എന്ന് മാലിക് റഹ്മത്തുള്ളാഹി പറയുകയാണ്. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ റസൂൽ ദീനായി പഠിപ്പിക്കാത്തത് അതൊരു കാലത്തും ദീനല്ല. അതെത്ര നന്മയായി കണ്ടാലും അതൊരു കാലത്തും ദീനല്ല. മാത്രമല്ല, ഇതിന്റെ മറ്റൊരു അപകടം എന്താണ്? ഒരാൾ വാദിക്കുകയാണ് ഇത് ദീനുൽ ഇസ്ലാമിൽ ഇല്ലാത്തതാണ്, ശരിയാണ്, പക്ഷെ ഇത് നല്ല കാര്യമല്ല എന്ന് പറഞ്ഞ് ഒരാൾ വാദിച്ചാൽ അവൻ ഇസ്ലാമിന്റെ അഹ്ലുസുന്നയിൽ നിന്നും ശരിയായ മാർഗത്തിൽ നിന്നും പിഴച്ചു പോയിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, യഹൂദികൾ 71 വിഭാഗമായി പിരിഞ്ഞുപോയി, ക്രൈസ്തവർ 72 വിഭാഗമായി പിരിഞ്ഞുപോയി. എന്റെ ഉമ്മത്ത് 73 കക്ഷികളായി പിരിയും. കുല്ലുഹും ഫിന്നാർ ഇല്ലാ വാഹിദ, അവരെല്ലാവരും നരകത്തിലാണ്. ഇല്ലാ വാഹിദ, ഒരു വിഭാഗം ആളുകൾ ഒഴികെ.
ആരാണവർ? ആ ഒരു വിഭാഗം ആളുകൾ ആരാണ്? സ്വഹാബാക്കൾ ചോദിച്ചു, മൻഹും യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ അവരാരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഞാനും എൻ്റെ സ്വഹാബാക്കളും ഇന്നേതൊരു അവസ്ഥയിൽ നിലകൊള്ളുന്നുവോ അതേ അവസ്ഥയിൽ നിലകൊള്ളുന്നവർ. അന്ന് നബിദിനമുണ്ടോ? അന്ന് പ്രവാചകനും സഹാബാക്കളും നിലകൊള്ളുന്ന അവസ്ഥയിൽ നബിദിനമുണ്ടോ? നബിദിനമില്ല. എങ്കിൽ അതേ അവസ്ഥയിൽ നിലകൊള്ളുന്ന ആളുകൾ, നബിദിനം ആഘോഷിക്കാത്ത ആളുകൾ, ഈ ആളുകൾ എത്ര ഇവർക്ക് പ്രവാചകനോട് സ്നേഹമില്ല എന്ന് പറഞ്ഞതാണെങ്കിലും അള്ളാഹുവിന്റെ റസൂൽ ഏതൊരു അവസ്ഥയിൽ അന്ന് നിലകൊണ്ടോ, സ്വഹാബാക്കൾക്ക് ഏതൊരു ദീനായിരുന്നു അന്നുണ്ടായിരുന്നത്, അതേപോലെ വെള്ളം ചേർക്കാത്ത, കൂട്ടിക്കലർപ്പുകൾ വരാത്ത, കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാത്ത, അന്ന് ദീനായി പഠിപ്പിച്ചത് മാത്രം ദീനായി കാണുന്ന ആളുകളാണ് ഈ ഫിർഖത്തുൻ നാജിയ, വിജയിച്ച കക്ഷികൾ, സ്വർഗത്തിലേക്ക് പോകുന്ന ഏക വിഭാഗമെന്ന് അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ്. അപ്പോൾ ഒരാൾ വാദിക്കുന്നു അന്ന് ദീനല്ലാത്തതും ഇന്ന് ദീനാകുമെന്ന് വാദിച്ചാൽ അവൻ ഈ വിഭാഗത്തിൽ നിന്ന് പുറത്താണ്, അഹ്ലുസുന്നയിൽ നിന്ന് പുറത്താണ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഈ ഒരു വാദം വളരെ അപകടമാണ്. അള്ളാഹുവിന്റെ റസൂൽ ദീനായി പഠിപ്പിക്കാത്തതും ദീനാകും, സ്വഹാബാക്കളുടെ ജീവിതത്തിൽ അവർ ദീനായി സ്വീകരിക്കാത്തതും പിൽക്കാലഘട്ടത്ത് ആര് കൊണ്ടുവന്നാലും, ഷിയാക്കൾ കൊണ്ടുവന്നാലും മറ്റേത് വിഭാഗം കൊണ്ടാലും ദീനാകും. പണ്ഡിത പുരോഹിതന്മാർ പുതിയ ഒരു കാര്യം ഉണ്ടാക്കിയാൽ അത് ദീനാകും. ഒരു പുതിയ ഇബാദത്ത് അള്ളാഹു ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയിലൂടെ പ്രവാചകന് വഹീ നൽകാത്ത ഒരു പുതിയ ഇബാദത്ത് ഏതെങ്കിലും കാലഘട്ടത്തിലെ പണ്ഡിത പുരോഹിതന്മാരുണ്ടാക്കിയാൽ അത് ദീനാകും എന്ന് വാദിച്ചാൽ അവൻ ഈ അഹ്ലുസുന്നയിലെ ശരിയായ മാർഗത്തിൽ നിന്നും പുറത്താണ് എന്നതാണ് അതിൻ്റെ അപകടം. ചെറിയ അപകടമല്ല സഹോദരങ്ങളെ, അങ്ങനെ ഒരു വാദം കൊണ്ടു നടക്കുക എന്നുള്ളത് വലിയ അപകടമാണ്. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ റസൂൽ ദീനായി പഠിപ്പിച്ചതെന്തോ അത് മാത്രം ദീനായി കൊണ്ടു നടക്കാൻ, ജീവിതത്തിൽ കൊണ്ടു നടന്ന ഏതെങ്കിലും പ്രവർത്തനങ്ങൾ അത് അള്ളാഹുവിന്റെ റസൂലോ സ്വഹാബാക്കളോ പഠിപ്പിക്കപ്പെട്ടതാണെന്ന് ബോധ്യപ്പെട്ടാൽ അതിൽ നിന്ന് മാറി നടക്കാൻ നമുക്ക് സാധിക്കണം. അറിയാതെ ചിലപ്പോൾ ചെയ്തു പോകുന്നവരുണ്ടാകും. ഇത് സുന്നത്താണ്, നന്മയാണ്, പ്രവാചകൻ പഠിപ്പിച്ചതാണ് എന്നൊക്കെ വിചാരിച്ച് ചെയ്തു പോകുന്ന ആളുകളുണ്ടാകും. അവർ അഹ്ലു സുന്നയിൽ നിന്ന് പുറത്താണ് എന്നതല്ല, അവരറിയാത്തത് കൊണ്ടാണ്. പക്ഷെ അറിഞ്ഞാൽ ഇത് ദീനുൽ ഇസ്ലാമിൽ ഇല്ലാത്തതാണ്, പ്രവാചകൻ പഠിപ്പിക്കാത്തതാണ്, പുത്തനാചാരമാണ് എന്ന് അറിഞ്ഞാൽ അവനെ സംബന്ധിച്ചിടത്തോളം അതിൽ നിന്ന് മാറി നിൽക്കാൻ അവൻ സന്നദ്ധമാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ റസൂൽ ദീനായി പഠിപ്പിച്ചതെന്തോ അത് മാത്രം ദീനായി ജീവിതത്തിൽ കൊണ്ടു നടക്കാൻ അല്ലാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.